This is limited edition. ഇരവിപുരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കാർത്തിക്കിനെ കൺസിഡർ ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നു. അപ്പോൾ അവിടെ പാർട്ടിക്കകത്ത് തന്നെ അതിനോടൊരു എതിർപ്പുണ്ടായി. ഫൈനലി വേണ്ടെന്ന് വെച്ചു. എനിക്ക് അതിൻ്റെ ആ പ്രക്രിയ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞുതരാമോ? ശ്രീ കാർത്തിക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇല്ല, ഞങ്ങളുടെ ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അതിന് മുമ്പും ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നേതൃതലത്തിൽ ഞാനും ഷിബുവും അതുപോലെ അസീസേട്ടൻ ഉൾപ്പെടെയുള്ള നേതൃനിരയിലുള്ള ഞങ്ങൾ പല ഘട്ടങ്ങളിലും കൂടിയാലോചിച്ചു. എന്ത് വേണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുക്കേണ്ടുന്ന സ്ട്രാറ്റജി എന്താണ്. അപ്പോൾ അവിടെ ഞാനാണ് ഒരു നിർദ്ദേശം വെച്ചത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഞാനാണ് പറഞ്ഞത്, നമുക്ക് ഇരവിപുരം സീറ്റ് വേണ്ട, ജയസാധ്യത പരിമിതമാണ്. ഇരവിപുരം സീറ്റ് വിട്ട് കൊല്ലം സീറ്റ് ചോദിച്ചാൽ ജയസാധ്യത കൂടുതലാണ്. ആ സീറ്റ് ഒരു പക്ഷേ തരാൻ കോൺഗ്രസ് തയ്യാറാകും. കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഇരവിപുരത്ത് മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ കാർത്തിക്കിന് ഇരവിപുരത്ത് മത്സരിപ്പിക്കണമെന്ന് താല്പര്യമോ ആഗ്രഹമോ ഉണ്ടായിരുന്നെങ്കിൽ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ സീറ്റ് വിട്ട് കൊല്ലം എടുക്കണം. അപ്പോൾ കൊല്ലത്ത് ആരാണ് സ്ഥാനാർത്ഥി എന്നോട് അപ്പം തന്നെ ഷിബു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പേര് പറയുകയും ചെയ്തു. അത് മറ്റൊരു പേരാണ് പറഞ്ഞത്. അപ്പോൾ ഒരു തരത്തിലും അങ്ങനൊരു താല്പര്യമോ ആഗ്രഹമോ ചിന്തയോ മനസ്സിലുണ്ടായിരുന്നു.